ഇത്രയും വാടക എന്തോ വിടാതെ മനസ്സിലാവാത്ത നിങ്ങൾ എന്തോ ചെയ്തിട്ട് ഇത്ര നാറുന്ന ഇവിടെ ഇങ്ങനെ ഒന്നും രണ്ടും ഒക്കെ സാധിക്കുന്ന വീട്ടിനകത്ത് തന്നെയാണോ? വിട്ടിട്ട് നേരം മറ്റേവർക്ക് സിനിമ എണ്ണ അല്ലാതെ ഒരു ജോലിയില്ല, ഒരു ചൂലെടുക്കൂല, തൂക്കൂല, പാത്രം കഴുകി പറയാൻ വയ്യ. 6 പ്രാവശ്യം കൊണ്ട് ഞങ്ങളിലോ റോട്ടിൽ പോകും. എന്താ റോഡിൽ പോകുന്ന പെൻഷൻ മേടിക്കാൻ? രോഗം പകരും അയാൾ, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല. 5 മിനിറ്റ് നിന്ന് അയാൾ പേപ്പർ എടുത്തു വേണ്ടി നമുക്ക് പെൻഷൻ തരാം. അത്രയും നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് വരൂല്ല. വേണമെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കണ പഞ്ചായത്തിൽ പരാതി കൊടുക്കാം. ഞാൻ ഇന്നാൾ പഞ്ചായത്തിൻ്റെ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ പോലും ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. ഈ വീടിന്റെ നാറ്റം കാരണം അവർക്ക് അസുഖം വരുമെന്ന് പറഞ്ഞ് വരത്തില്ല. 80 വയസ്സില്ലേ അമ്മയ്ക്ക്? ഞാൻ ചാവാമല്ലോ. അതുപോലെ കുഞ്ഞു മക്കളില്ലേ നിങ്ങൾ വഴി യാത്ര ചെയ്ത് പോകുന്ന ഇതിലെ കൂടെ? കുഞ്ഞു മക്കളില്ലേ? 2 കൊച്ചു പെൺകുട്ടികളാ ഉള്ളത്. 2ലും 5ലും നിങ്ങളുടെ വീട് പരിസരം വന്ന് വൃത്തിയാക്കുന്ന ആശാവർക്കർ മെമ്പർ വീടെടുത്ത് തരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മാറാത്ത എന്തോ സത്യമില്ലയോ? അതപ്പോ മെമ്പറാന്ന് പറഞ്ഞു വിട്ടവരാ. കൊല്ലത്തൊരു 10 സെന്റ് സ്ഥലവും വീടും ഒക്കെ ഉണ്ടായിരുന്നു. അത് വിറ്റ് കഴിഞ്ഞാൽ അപ്പം തീർന്ന് കയറുന്നു. ഈ യശോദരമേതിയുടെ ആ പെണ്ണ്, അവിടുന്ന് ആ പെണ്ണ് അവരാ കെട്ടിച്ചിട്ട് 6-7 പവൻ സ്വർണ്ണവും കൊടുത്ത് വസ്തുവും കൊടുത്ത് കെട്ടിച്ചതായിരുന്നു. ഇയാൾക്ക് വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവനിങ്ങനെ ദൂത്തടിച്ച് ഇങ്ങനെ നടക്കണം. ഒരു 8 വർഷം കൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നില്ലേ? ഇടുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ എടുത്തില്ല. കാരണം ഞങ്ങൾ ATMോ പാസ്ബുക്കോ ഒന്നും ഞങ്ങളിലല്ല. ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാന്ന് പറയാൻ സഹായം പറയുന്നവരെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളൊന്നും എടുക്കത്തില്ല. അതൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങളെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക. ഏഷ്യാനെറ്റ് ചാനൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ വീട് സ്ഥലത്തിന്റെയും കളക്ടർ ഓഫീസിൽ നിന്ന് അന്വേഷണം വന്നതും ഈ കാര്യങ്ങളെല്ലാം തെളിയുന്ന ഏഷ്യാനെറ്റ് ചാനലിൽ വന്നതിന് ശേഷമാണ്. ഞാൻ കേരു പഞ്ചായത്തിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് 1 രൂപ പോലും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അന്നന്ന് പണിക്ക് പോകുന്നുണ്ട്, തേങ്ങ വെട്ടിന് പോകുന്നുണ്ട്, മരം മുറിക്കാൻ പോകുന്നുണ്ട്, അയ്യം പണിക്ക് പോകുന്നുണ്ട്. അന്നന്ന് പണിക്ക് പോകും. അന്നന്ന് പണിക്ക് പോയാണ് എന്റെ വീട് കഴിയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് അതിലൊന്നും പൈസ വന്നിട്ടില്ല? നമ്മൾ നോക്കാറില്ല മാഡം, നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ നോക്കാതെ നിങ്ങൾക്ക് പൈസ അങ്ങനെ നോക്കാതെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് അക്കൗണ്ട് നമ്പർ വെക്കുന്ന എന്തിനാ? സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ഒരു ബുദ്ധി അവർ മെനഞ്ഞെടുക്കും, ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇയാൾ ചെയ്യുന്നത് പരിപാടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ ഒരു ദുരവസ്ഥയിൽ കഴിയുമ്പോൾ ഈ ഒരു കഷ്ടത കണ്ട് ജനങ്ങൾ അവരോട് കരുണ കാണിച്ചുകൊണ്ട് അവരെ സഹായിക്കുമെന്നുള്ളത്. എൻ്റെ അക്കൗണ്ടിൽ ഇത്ര വന്ന് ഈ പൊതുസമൂഹത്തോട് പറയാൻ ഓമനക്കുട്ടൻ തയ്യാറാത്ത എന്താ? പറയത്തില്ല ഓമനക്കുട്ടൻ. അതാ പറഞ്ഞേ ഇവിടെ ഓൺലൈൻ ചാനലുകൾ എത്ര ചാനലുകൾ നിങ്ങളുടെ ചാരിറ്റി വീഡിയോ ചെയ്ത് എനിക്കറിയാം. അത് പൈസ കിട്ടാഞ്ഞിട്ടാണോ? പൈസ കിട്ടുന്നുണ്ട്, കൃത്യമായി കിട്ടുന്നുണ്ട്. അത് ഓമനക്കുട്ടൻ പറയത്തില്ല. നോക്കിയാണ് 2 കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരു വീടും പരിസരവും കിടക്കുന്നതാ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അത് ആ കൊച്ചുങ്ങൾക്ക് സുഖമില്ലാത്ത കൊച്ചുങ്ങളാണെന്ന് പറയുന്നത്. ഈ ഇതിനകത്ത് വന്നിട്ട് നമുക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു വാടയാന്ന് നോക്കിയാണോ. ഈ പഞ്ചായത്ത് അധികൃതർ എന്തുവാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പഞ്ചായത്തുകാരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു വേസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ അതേതാ മാസത്തിൽ ഒരു വേസ്റ്റ് എടുക്കാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപ ഞങ്ങൾക്ക് പെറ്റിയ എന്നാ പഞ്ചായത്തുകാർ പറയുന്നത്. പക്ഷെ ഇത് പഞ്ചായത്തുകാർ വന്ന് നോക്കിയിട്ട് ഇതെന്തോ പെറ്റിയില്ല, ഒന്നുമില്ല. ഇതെന്തോ ഒരു വാടകയായി വീട്ടിനകത്ത് ഒരു കൊച്ചിന് സുഖമില്ലാത്ത ഒരു കൊച്ചുണ്ടെന്നാ പറയുന്നത്. നോക്കിയോണം, ഈ പഞ്ചായത്തുകാരില്ലേ, ഇത് കരവാളൂർ പഞ്ചായത്തല്ലയോ? ഈ കരവാളൂർ പഞ്ചായത്തുകാർക്ക് യാതൊരു കൃത്യനിഷ്ഠ ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. നമ്മളെവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ അയ്യത്ത് കിടന്നാൽ തന്നെ പെറ്റിയ. ഇതെന്തുവാ ഇത്? ഈ നമുക്ക് നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നത് ഇത് കണ്ടില്ലേ, എത്രയോ വേസ്റ്റ് വാരി അടുക്കി ഇട്ടേക്കുന്നു. സ്മെല്ല് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അയൽവക്കാണോ? അയൽവക്കാരായി ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. വേറെ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഇവർ ഈ പ്ലാസ്റ്റിക് ഇതാണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ ചുറ്റുപാടും കിടക്കുന്ന ഇത്രയും പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും. ഞങ്ങൾ പറയുന്ന കാരണം ഞങ്ങളോട് പിണക്കുക. ഞങ്ങൾക്ക് ഇതിലേക്ക് നടന്നു പോകാൻ വയ്യ ഈ വാട കാരണം. അത് ഞങ്ങൾ എപ്പോഴും ഇവരോട് പറയും, ഇവരൊന്ന് വൃത്തിയാക്കിയിടും, ഞങ്ങൾക്ക് ശ്വസിക്കാൻ വയ്യുന്നു. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഞങ്ങളോട് പിണക്കുക ഇത് പറയുന്നത് കൊണ്ട്. വേറെ ഒന്നും പറഞ്ഞാൽ അവരോടൊന്ന് വൃത്തിയാക്കി ഇട്, ഈ വാട സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക്, അത്രയും മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് പറയുന്ന കാരണം ഞങ്ങളോട് പിണക്കുക. ഇവർക്ക് തന്നെ അസുഖം ഉണ്ടാകത്തില്ല. ഈ 2 പിള്ളേർക്ക് അസുഖം ഉണ്ടാവാതിരിക്കും. അതേ ഞാൻ പറയുന്നുള്ളൂ. ആ ചെറുക്കൻ തിരുവനന്തപുരത്ത് SIT കിടന്ന ചെറുക്കനാ. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് അറിയാമോ? ഇത് അത്രയും വയ്യാത്തൊരു കൊച്ചാ. എന്നിട്ട് ഇവർ ഇത് വൃത്തിയാക്കിയിട്ട് ഇവർക്ക് അസുഖം പിടിക്കുവോ? അത് കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. കക്കൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിള്ളേരിൽ അവിടെ 2 പേരും പോയിരിക്കുന്നത്. അതിന്റെ വാട കൊണ്ട് ഞങ്ങൾക്ക് അതുവഴി അങ്ങോട്ട് നടന്നു പോകാൻ വയ്യ. 15 വയസ്സും 14 വയസ്സൊക്കെയുള്ള പിള്ളേർ. ഞങ്ങളുടെ ബന്ധുക്കാർ വരത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലേക്കുള്ള ഒരു മനുഷ്യരും ഞങ്ങളുടെ വരത്തില്ല. കാരണം ഈ വാട കൊണ്ട് ഇങ്ങോട്ട് വരാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധുക്കാരും വരത്തില്ല. വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യാത്തോണ്ട് 70-80 വയസ്സുള്ള ഒരു അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ കയറിയിരുന്നത്. കാരണം വാട കാരണം. ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ട് വാട കാരണം ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ. 80 വയസ്സുള്ള ഒരു അമ്മയുടെ വീട്ടിൽ ആ വീട്ടിന്റെ വൃത്തി ഒന്ന് കാണണം. അവർക്ക് വടിയും കുത്തി നടക്കുന്ന ഒരു അമ്മയാ. വെള്ളം ബക്കറ്റിനകത്ത് കോരി കൂനി കിടക്കുന്ന ആ അമ്മയുടെ വീട്ടിന്റെ ഒരു വൃത്തി നോക്ക്. ആ വീട്ടിനകത്ത് അങ്ങോട്ട് ചെന്ന് അവരുടെ ആ മിറ്റമൊക്കെ നോക്കിയാണ്.
എന്തുമായിക്കോട്ടെ, ഇത്രയും പ്രായമുള്ളൊരു കൊച്ചല്ലേ, ഈ വീടിന്റെ പരിസരം ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? നിങ്ങൾ എങ്ങനെയോ കഴിഞ്ഞോ, ഈ പരിസരം ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? അവരും ഞാനും ഇന്ന് റോട്ടിൽ ചെന്നാൽ പെൻഷൻ മാറ്റി. ഈ നാറ്റം കൊണ്ട് അയാൾ ഇവിടെ വരില്ല. പോസ്റ്റ്മാൻ ഇവിടെ വരില്ല 5-6 മാസം കൊണ്ട്. എനിക്ക് നടക്കാൻ വയ്യ വെച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ കളക്ടറേറ്റിൽ പോയി പരാതി കൊടുത്തു. എനിക്ക് നടക്കാൻ വയ്യ. ഒരു കഷ്ടം കൂടെ ബഹുമാനപ്പെട്ട നമ്മുടെ സമൂഹത്തോട് പറയാനുണ്ട്. ഈ ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനകളോ ഒരു വ്യക്തികളോ ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാകരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം അയാൾ അധ്വാനിച്ച് അയാളുടെ വീട് പുലർത്തുവാനുള്ള കഴിവും യാതൊരു അനാരോഗ്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ്. അമിതമായി സാമ്പത്തികം വരുമ്പോൾ അഹങ്കാരമായിട്ട് അയാൾ പെരുമാറുകയും സ്വന്തം സഹോദരങ്ങളെ പോലെ കാണേണ്ടുന്ന ആളുകളെയും അമ്മയെ പോലെ കാണുന്ന അയൽവക്കക്കാരെയും ഒക്കെ വളരെയേറെ വ്യക്തിഗതമായ വാക്കുകൾ ഉപയോഗിച്ച് അവരെ മാനസിക പീഡനങ്ങൾ കൊടുക്കുന്ന ഒരു ദുർസ്വഭാവി ആണ്. എന്നാൽ ഞാനാണ് അവൻ ഇവിടെ താമസിക്കാൻ ഒരു ഇടവുമില്ലാതെ 2 കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ഞാനാണ് ഒരു ഇടം കൊടുത്തത്, ഒരു ഷെഡ് വെക്കാനുള്ള സ്ഥലം കൊടുത്തത്. ഇത് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലെങ്കിലും ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ സാമൂഹികമായിട്ട് ഒരു നീതി എന്നുള്ള നിലയ്ക്ക് ഞാൻ അയാൾക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ വളരെ വൃത്തിഹീനമായ രീതിയിൽ പരിസരത്ത് ഒരുപാട് കുട്ടികളുണ്ട്. ഇതിലെ കൂടെ ഒരുപാട് പേര് 100 കണക്കിന് ആളുകൾ ഇതിലെ കൂടെ നടക്കുന്നു. ആ നടക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ യാതൊരു വിധമായ ഒരു വൃത്തിയുമില്ലാതെ വർഷങ്ങളുണ്ട് ഇങ്ങനെയാണ്. എങ്ങനെ ഇവിടെ താമസിക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഈ വീടും പൊളിച്ചാണ്ട് പോകാൻ പറ്റുമോ? 1600 വരുമാനമുള്ള ഞാൻ എവിടെയെങ്കിലും ഞാൻ വീട് വയ്ക്കാൻ പറ്റും? എനിക്ക് വാടക വീട് ആരെങ്കിലും തരുമോ? വയസ്സായ എനിക്ക് അതിന് വാടക കൊടുക്കാൻ എനിക്ക് നോട്ടിയുണ്ടോ? അപ്പം അമ്മ എല്ലാം സഹിച്ച് ഇവിടെ കിടക്കുക? സഹിച്ച് കിടക്കുക. എനിക്കിപ്പോൾ ശല്യം ഇവരേ ഉള്ളൂ. ഈ 38 വയസ്സായ സ്ത്രീ, 2 പിള്ളേർ, 10 പഠിക്കുന്ന, 10 ഇപ്പോഴാണ് 8ൽ. ആ പിള്ളേർ സ്കൂളിൽ ഞാൻ ബുക്ക് കൊടുക്കും, പുസ്തകം കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും, ബാഗിപ്പം കൊണ്ടു കൊടുക്കും. എല്ലാം കൊടുത്താലും അവർ പഞ്ചായത്തിനൊക്കെ കുറ്റമാണല്ലോ. വണ്ടി കൂലി കൊടുക്കൂല. ഇവിടെ ഇതിനേക്കാളും കുഞ്ഞെ ഞാൻ കള്ളം പറഞ്ഞ മഹാദേവൻ്റെ നാമം ഇപ്പം ഞാൻ നാമം ചോദിച്ചു ഈ മുളക് കുറച്ചുകൊണ്ട് ചമ്മന്തി അരയ്ക്കുന്ന വീടുകൾ ഇവിടെ ഉണ്ട്. ദാരിദ്ര്യം എന്ന് വെച്ചാൽ വേലയില്ല. ഇപ്പം 8 വർഷം കൊണ്ട് ഞങ്ങൾ സഹിക്കുന്നത്. നാട്ടുകാരൊന്നും പരാതി കൊടുത്തില്ലേ? എല്ലാവരും പറഞ്ഞു. ഈ കൊച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെയും അവരെയും പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ. വർഷങ്ങൾ കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. ഞങ്ങളൊക്കെ സ്നേഹമായിട്ടിരിക്കുന്നവരാണ്. പറഞ്ഞു പോയി പരിസര ശുചീകരണത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അയാളത് കീപ്പ് ചെയ്തില്ല. ഈ അടുത്തിടയ്ക്ക് ഒരുപാട് പട്ടികളെയൊക്കെ വളർത്തി. പിന്നെ ഇപ്പോഴാണ് പട്ടിയുടെ ആ ഒരു എണ്ണം കുറഞ്ഞത്. ഞാനാണ് അയാൾക്ക് ഇവിടെ സ്ഥലം കൊടുത്തത്, താമസിക്കാനുള്ള സൗകര്യം. ആരും ഇല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഞാനാ സ്ഥലം കൊടുത്തത്. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, 100% ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലെ കൂടെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഫാസ്റ്റായിട്ട് പോകുന്നത് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും കൂടെ ശ്വസിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടുകയാണ്. അങ്ങനെയാണ്. പിന്നെ കഴിയുന്നതിൻ്റെ പരമാവധി ഇതിലെ കൂടെ പോകാൻ ശ്രമിക്കത്തില്ല. ഇവിടെ ഈ പ്രോപ്പർട്ടി ഇവിടെ ഈ കനാലിൻ്റെ പുറമ്പോക്കായത് ഇത് ഒരു 10-15 വർഷം കൊണ്ട് ഞാൻ ഇത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്നുള്ളൊരു സദ്ദേശത്തോടു കൂടി മാത്രം അസഹനീയമായതുകൊണ്ടാണ് ഇവിടെ കൃഷി പോലും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാവലും വഴുതനയൊക്കെ നട്ടിരുന്നതാണ്. അവിടെ ഇപ്പം എനിക്ക് അങ്ങോട്ട് കയറി ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഈ സ്മെല്ല് കാരണം. പിന്നെ എന്നെ തല കൊയ്ത് കഴിഞ്ഞാലും ഉള്ള കാര്യമാണ് പറയുന്നത്. ഇത് വളരെ അസഹനീയമാണ്. നാട്ടുകാരെല്ലാം ഈ വഴി വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ പപ്പ മരിച്ചിട്ട് 5 വർഷമായി. നാട്ടുകാരെല്ലാം ഇവിടെ സുഖദേവനും എല്ലാവരും ചേർന്ന് ഇവിടെ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ നാട്ടുകാരെ ആരെയും വിളിച്ചാൽ, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് ആരും വരത്തില്ല. കാരണം ഈ അടുത്ത് താമസിക്കുന്ന ആളിങ്ങനെ വൃത്തികേടാക്കി ഇട്ടേക്കുന്ന അവരിവിടെ താമസിക്കുന്ന കാരണം ഇവിടെ വന്ന് അവരാദ്യം വൃത്തിയാക്കട്ടെ, അതിനുശേഷം മറ്റുള്ളവർ ഇറങ്ങാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുക, ഒന്ന് വൃത്തിയാക്കി തരുവോ ചെയ്യത്തില്ല. അല്ല ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ വീടിൻ്റെ പരിസരം ശുചീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോഴത് തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.